മനസ്സിലിരിപ്പ് ക്രിയേറ്റീവ് ട്രാവലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ക്രീൻ ടെക്സ്റ്റ് എഴുതാനുള്ള അവസരം എങ്ങനെ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അത്തരമൊരു ഉദ്യമത്തിൽ സ്വാഭാവികമായിട്ടും സാവധാനമെങ്കിലും വളർത്തിക്കൊണ്ടുവരാമായിരുന്ന ഒരു ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിൻ്റെ ചുവട് ഇവിടെ പാളിപ്പോയി എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് സത്യത്തിൽ ആ കാര്യത്തെ മാറ്റി നിർത്തിയാൽ മറ്റൊരു മേഖലയിലും നിരാശയുണ്ടായിരുന്നില്ല. തുടർച്ചയായിട്ട് കഥാരൂപത്തിലും കവിതാരൂപത്തിലും ഒക്കെ പല രചനകൾ പിന്നീടും നിരന്തരം എഴുതുകയുണ്ടായി. കൂടുതലും ഈ ഓൺലൈൻ മാഗസിനുകളിലാണ് കൂടുതൽ അത്തരം സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ കാലത്താണ് ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകളിൽ പ്രതിലിപി എന്നൊരു പ്രസിദ്ധീകരണം വരുന്നത്. ഒരു ഓൺലൈൻ മാഗസിനാണ്. ആ മാഗസിനിൽ ഒരുപാട് കഥകളൊക്കെ ആ രംഗത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൻ്റെ മലയാളം ചുമതലയുള്ള ഒരാൾ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ അവസരം എനിക്ക് നൽകുകയുണ്ടായിട്ടുണ്ട്. അപ്പം നിരവധി കഥകൾ ആ ഓൺലൈൻ പ്രതിലിപി എന്ന ഓൺലൈൻ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില കഥകൾ പ്രത്യേകിച്ച് ഇതിഹാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിഹാസ കഥാപാത്രങ്ങളെ മുൻനിർത്തി അപനിർമ്മാണം നടത്തിയ ചില കഥകൾ വലിയ വിവാദത്തിൽപ്പെടുകയും ചില ഭീഷണികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിൽ കൂടുതൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ രൂപത്തിൽ നവമാധ്യമ ഇടങ്ങൾ കൂടുതൽ എഴുത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റി, അങ്ങനെ കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടുതൽ സജീവമായി. അത് ഇന്ന രൂപത്തിലുള്ള എഴുത്ത് എന്നതല്ല, കഥ എഴുതി കവിത എഴുതി ആദ്യകാലത്ത് മലയാളം എഴുതുക എന്നുള്ളത് നവമാധ്യമങ്ങളിൽ വലിയൊരു വിഷയമായിരുന്നു. സാങ്കേതികമായിട്ട് കുറച്ച് വിഷയമായിരുന്നു. അപ്പോൾ ആ കാലത്ത് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ വളരെ ചുരുക്കി പറയണമെങ്കിൽ കവിതയുടെ രൂപകം ആവശ്യമായി വന്നു. അങ്ങനെയാണ് കൂടുതൽ കവിതകൾ ആ ഘട്ടത്തിൽ എഴുതാൻ തുടങ്ങിയത്. പിന്നീട് മലയാളം നമുക്ക് സൈബർ സ്പേസിൽ എഴുതാമെന്ന ആയ ഘട്ടത്തിൽ അത് കഥകളിലേക്കും പിന്നീട് ലേഖനങ്ങളിലേക്കും പിന്നീട് ശാസ്ത്രലേഖനങ്ങളിലേക്കും ഒക്കെ അത് പരിവർത്തിച്ചു വന്നു. ആ ഇടയ്ക്ക് തുടർച്ചയായിട്ട് എൻ്റെ ലേഖനങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രോജക്റ്റ് വന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദീർഘകാലമായിട്ട് ആ പ്രോജക്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു 3 വർഷക്കാലം ആ പ്രോജക്റ്റിൻ്റെ പിറകിലായിരുന്നു. ഡോക്ടർ MP പരമേശ്വരൻ എന്നുള്ള കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ആദ്യകാല ആറ്റോമിക സയൻറ്റിസ്റ്റും പിന്നീട് ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമായി മാറിയ ഡോക്ടർ MP പരമേശ്വരൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ഈ TK ജോഷി എന്ന മുതിർന്ന അധ്യാപക സുഹൃത്തും അതേപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മലപ്പുറം ജില്ലാ ഭാരവാഹിയൊക്കെ ആയിരുന്ന ആ അധ്യാപകൻ്റെ ഒരു മനസ്സിൽ വിരിഞ്ഞ ഒരു മോഹം എന്നുള്ളത്. 3 വർഷത്തോളം അദ്ദേഹം അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് താൻ പിക്ചറൈസ് ചെയ്ത കാര്യങ്ങൾക്ക് ഒരു നറേറ്റീവ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു ആഖ്യാനം, ഒരു ദൃശ്യ ആഖ്യാനം ആവശ്യമായി വന്നു. അപ്പോൾ അദ്ദേഹം പലരെയും സമീപിക്കുകയും അദ്ദേഹം ഒരു നിശ്ചിത ക്ലിപ്ത സമയമുള്ള വീഡിയോ അവർക്ക് കൈമാറി. ഡോക്യുമെൻ്ററിയുടെ ഒരു എഡിറ്റഡ് വേർഷൻ, ശബ്ദമില്ലാത്ത ഒരു എഡിറ്റഡ് വേർഷൻ കൈമാറുകയും പലരെ കൊണ്ട് അദ്ദേഹം അതിൻ്റെ ദൃശ്യാഖ്യാനം എഴുതിക്കാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. അപ്പം ആ ഇടയ്ക്കാണ് ഡോക്ടർ MP പരമേശ്വരനെ കുറിച്ച് ഒരു സവിശേഷ സാഹചര്യത്തിൽ, സന്ദർഭം ഏതാണെന്ന് ഓർമ്മയില്ല, ഞാൻ എഴുതിയ ഒരു വ്യക്തിചിത്രം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും
അദ്ദേഹം എന്നെ അതിനു മുമ്പേ എനിക്ക് ടി കെ ജോഷി എന്ന ആ, ആളെ പരിചയമില്ല. അപ്പോൾ അദ്ദേഹം ഇത് വായിച്ചതിന് ശേഷം അദ്ദേഹം എന്നെ ആ, ആ, നവമാധ്യമങ്ങളിലൂടെ തന്നെ ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ട് എന്നോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയൊരു ഡോക്യുമെൻ്ററി പ്രോജക്റ്റിൻ്റെ പിറകിലാണ് ഞാൻ. അപ്പം ആ ഒരു സംഭവത്തിന് വേണ്ടി ഒന്ന് എഴുതാൻ കഴിയുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ദൃശ്യ സങ്കേതത്തിന് ഒരു ദൃശ്യാഖ്യാനം ചമയ്ക്കുക എന്നുള്ളൊരു മോഹം വളരെ ശക്തമായിട്ടുണ്ട്. ടെലിഫിലിം അലസിപ്പോയെങ്കിലും ആ മോഹം അതേത് രൂപവും ആകാം. അപ്പം അത്തരം രൂപങ്ങൾക്ക് പിറകിൽ പോവുക എന്നുള്ളൊരു ത്വര എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് സമ്മതിച്ചതിന് ശേഷം എനിക്ക് ചെയ്യേണ്ടി വന്നത് ഡോക്ടർ എം ബി പരമേശ്വരൻ എന്നുള്ള ഒരു മഹത്തായ മനുഷ്യനെ കുറിച്ച് ലഭ്യമായ എല്ലാ ലിറ്ററേച്ചറും സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്, കാലഹരണപ്പെടാത്ത സ്വപ്നങ്ങൾ എന്ന പേരിലുള്ള ആത്മകഥ. അതുപോലെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഡോക്യുമെൻ്റുകൾ, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ, കേരളത്തിൻ്റെ ശാസ്ത്ര ചരിത്രം പോലുള്ള നിരവധി പുസ്തകങ്ങൾ ഞാൻ സംഘടിപ്പിക്കുകയും ചിലതൊക്കെ വില കൊടുത്ത് വാങ്ങുകയും ഒക്കെ ചെയ്ത് ഞാൻ അതിൻ്റെ പിറകിൽ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നൊരു 2-3 മാസം അതിൻ്റെ പിറകിൽ ഇരിക്കുകയും പിന്നീട് ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ്, നറേറ്റീവ് ടെക്സ്റ്റ് എഴുതാൻ ആരംഭിക്കുകയും ചെയ്തു. നറേറ്റീവ് ടെക്സ്റ്റ് എന്നുള്ളത് എൻ്റെ മുന്നിൽ ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി ഉണ്ട്. ആ ഡോക്യുമെൻ്ററിയുടെ ചിത്രങ്ങൾക്കും വിഷ്വലുകൾക്കും ഒപ്പം അതിനൊരാഖ്യാനം ചമയ്ക്കുക എന്നുള്ള ഒരു ദൃശ്യാഖ്യാനം ചമയ്ക്കുക എന്നുള്ളതാണ് വാചികമായ അർത്ഥത്തിൽ. അപ്പം ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുകയും ഓരോ രംഗങ്ങൾക്ക് ഉചിതമായിട്ടുള്ള സാഹിത്യം, വസ്തുതാപരമായ സാഹിത്യം രചിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ അത് വലിയ ദുഷ്കരമായ ഒരു പ്രവൃത്തിയായിട്ട് പറയുന്നില്ല എങ്കിൽ കൂടി വളരെയേറെ സൂക്ഷ്മമായി കുറച്ച് സമയമെടുത്ത് കുറച്ച് സാഹിത്യ ആലങ്കാരിക ഭാഷയൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഒടുവിൽ ഞാൻ അത് എഴുത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചു. ഒരു ദിവസം ഞങ്ങൾ ടി കെ ജോഷി ഉൾപ്പെടെ ആ ഡോക്യുമെൻ്ററിയുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉൾപ്പെടെ ഒരു ഹോട്ടലിൽ തമ്പടിക്കുകയും അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് അവിടെ, ഫൈനലായിട്ടുള്ള വിഷ്വൽ നറേറ്റീവ് ടെക്സ്റ്റ് ഞങ്ങളവിടെ പൂർത്തിയാക്കുകയും ചെയ്തു. അത് പിന്നീട് ഡോക്യുമെൻ്ററി പിന്നീട് റിലീസ് ചെയ്തു. തൃശ്ശൂർ, ഡോക്ടർ എം ബി പരമേശ്വരൻ്റെ ജന്മദേശമായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകർക്ക് മുന്നിൽ അത് അവതരിപ്പിക്കപ്പെട്ടു. പക്ഷെങ്കിൽ ഈ 1.5 മണിക്കൂർ, ഏതാണ്ട് 1.5 മണിക്കൂർ ലെങ്ത്ത് എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് അവിടെയൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതായിട്ട് ടി കെ ജോഷി സാർ പിന്നീട് പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഫേർട്ട്, ഒരു ഏതാണ്ട് 3 വർഷക്കാലം ഈ മനുഷ്യൻ്റെ പിറകിൽ അദ്ദേഹം ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് ഫോറത്തിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ AAPSN എന്ന സംഘടനയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ്. PVGS എന്നുള്ള സംഘടനയെ പ്രചോദിപ്പിച്ച ആളാണ്. അപ്പം ഇങ്ങനെ ഇന്ത്യയുടെ ശാസ്ത്ര ജനകീയവൽക്കരണ രംഗങ്ങളിൽ അത്രയും ശക്തനായിട്ടുള്ള ഒരു മഹാനായ മനുഷ്യനാണ്, മലയാളിയാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് അറ്റോമിക സയൻസിൽ ഗവേഷണം നടത്തിയിട്ടുള്ള, പോസ്റ്റ് PhD നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ഒരു വലിയ മനുഷ്യൻ്റെ ജീവിതം ആഖ്യാനം ചെയ്യാൻ കിട്ടിയ അവസരം ജീവിതത്തിൽ വളരെ വലിയ ഒന്നായിട്ട് ഞാൻ കാണുന്നു. അതിന് എനിക്ക് അവസരം തന്ന ടി കെ ജോഷി എന്നുള്ള ഒരു വലിയ മനുഷ്യനോട് ഉള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തട്ടെ. ആ ഡോക്യുമെൻ്ററിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അവിടെ കമൻറ്റ് ബോക്സിൽ ഇടാം. നിങ്ങൾ കാണുക. അതിൻ്റെ ദൃശ്യാഖ്യാനത്തിൽ വന്ന പിഴവുകൾ ചൂണ്ടിക്കാണിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.